Today we are so much excited to be the part of Global Youth Day 2026. Communion in action. We are going to a place named Tannithod, Muri, to give some kit distribution for the people who are in need. Please pray for this ministry. May God bless you all. Thank you. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭയുടെ ഭാഗമായിട്ടുള്ള യുവജനങ്ങളും അവിടുത്തെ പാസ്റ്റേഴ്സും ഞങ്ങളുടെ സെക്ഷന്റെ പ്രസിഡന്റ്, സെക്രട്ടറി, ട്രഷററും ഗ്ലോബൽ യൂത്ത് ഡേ, അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇവിടെ കടന്നു വന്നത്. കഴിഞ്ഞ വർഷവും ഞങ്ങൾക്ക് വരുവാൻ സാധിച്ചു. അതുപോലെ ഈ പ്രാവശ്യവും ഞങ്ങൾക്ക് ഇപ്രകാരം ഇവിടെ വന്ന് നിങ്ങളോടൊപ്പം അല്പസമയം ആയിരിക്കാൻ ദൈവം സഹായിച്ചതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ഞങ്ങളെ ഇപ്രകാരം സ്വീകരിച്ചതായ ഇവിടുത്തെ വാർഡ് മെമ്പർ മിസ്സസ് ലിലി മേഡത്തിനുള്ള നന്ദിയെ രേഖപ്പെടുത്തുന്നു. അതുപോലെ ഞങ്ങളോടൊപ്പം ഇന്നത്തെ ഈ മീറ്റിംഗിൽ കടന്നു വന്നിരിക്കുന്നതായ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ പ്രസിഡന്റ് ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ സജൻ ഇസ്രായേൽ ഉണ്ട്. പാസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ സെക്രട്ടറി ആയിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ഡോണി മാത്യു ഇന്ന് ഞങ്ങളോടൊപ്പം ഉണ്ട്. പാസ്റ്ററിനെ സ്വാഗതം ചെയ്യുന്നു. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷന്റെ ട്രഷററായി സേവനമനുഷ്ഠിക്കുന്ന മിസ്റ്റർ ജോമേഷ് ജോർജ് എന്ന് നമ്മളോടൊപ്പം ഉണ്ട്. അതുപോലെ പത്തനംതിട്ട സഭയുടെ പാസ്റ്ററായിട്ട് സേവനമനുഷ്ഠിക്കുന്ന പാസ്റ്റർ ബാബുജി ഉണ്ട്. അതുപോലെ അനേക ശുശ്രൂഷകന്മാർ, പാസ്റ്റർ സജി, പാസ്റ്റർ ഉദയകുമാർ, പാസ്റ്റർ റിജോമോൻ, പാസ്റ്റർ നിഷാജ് എന്നീ അനേക ശുശ്രൂഷകർ ഇന്നിവിടെ ഉള്ളതിനാൽ ദൈവത്തെ സ്തുതിക്കുന്നു. ഗ്ലോബൽ യൂത്ത് ഡേയുടെ ഭാഗമായിട്ട് ഞങ്ങൾക്ക് നിങ്ങളോടൊപ്പം ആയിരിക്കാനും ചെറിയ ഒരു കിറ്റ് നൽകുവാനും സർവശക്തനായ ദൈവം ഒരുക്കിയതായ വിലയേറിയ അവസരത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാ കരങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുകയാണ്. ആലപ്പുഴ പത്തനംതിട്ട സെക്ഷനിലുള്ള അനേക സഭകൾ, അനേക വിശ്വാസികളാണ് ഇതിനായിട്ട് സഹായിച്ചത്. അവരെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥിക്കുമോ? തീർച്ചയായിട്ടും. നന്ദി. എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്ന ഒരു പാട്ട് പാടിയിട്ട് തുടർന്നുള്ള ശുശ്രൂഷയിലേക്ക് കടക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ് സഭ ആഗോള വ്യാപകമായി യുവജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് സമൂഹത്തിൽ പ്രയാസമനുഭവിക്കുന്നവരെ സഹായിക്കുക എന്നൊരു പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ കടന്നു വരുന്നിടയായി. എല്ലാവരെയും മനുഷ്യരായി കണ്ടുകൊണ്ട് എല്ലാവർക്കും ആ സ്നേഹവും സാഹോദര്യം അനുഭവിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മനുഷ്യരായി ഒരുമിച്ച് ജീവിക്കുവാൻ ഉള്ളതായ ഒരു സാഹചര്യം ഒരുങ്ങണം. അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ ഇത്രയും ദൂരം യാത്ര ചെയ്ത്, പായിപ്പാട് ഞങ്ങൾ യാത്ര ചെയ്ത് നിങ്ങളെ കാണുവാനും നിങ്ങളോടൊപ്പം ചില സമയം മണിക്കൂറുകളും മിനിറ്റുകളും ചെലവഴിക്കാനൊക്കെ ഞങ്ങൾ കടന്നു വന്നത്. ദൈവത്തിന് പതിന് ഇങ്ങനെ പറയുന്നുണ്ട്, എളിയവനോട് കൃപ കാട്ടുന്നവൻ യഹോവയ്ക്ക് വായ്പ കൊടുക്കുന്നു. അപ്പോൾ എളിയവർക്ക് കൃപ ചെയ്താൽ, എളിയവനോട് സഹായം ചെയ്താൽ ആർക്ക് കൊടുക്കുന്നു? ദൈവത്തിന് വായ്പ കൊടുക്കുന്നു. ദൈവത്തിന് വായ്പ കൊടുക്കാൻ ഒരു അവസരം കിട്ടുക, എന്നിട്ട് ദൈവം പിന്നെ അതെന്ത് ചെയ്യും? സമൃദ്ധിയായി അങ്ങ് അനുഗ്രഹിക്കും. ആ അനുഗ്രഹം നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്നുള്ളത് താല്പര്യത്തോടെയാണ് ഞങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികമായി വാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, മനോഹരമായ ഈ ദിവസത്തിൻ്റെ മധ്യാഹ്നം കഴിഞ്ഞുള്ള സമയത്ത്
ഏഴകളാവുന്ന അടിങ്ങൾക്ക് തിരുവല്ലയുടെ പായിപ്പാടിൻ്റെ പ്രദേശത്ത് നിന്ന് ഈ തണ്ണിത്തോടിൻ്റെ മൂഴി എന്ന് പറയുന്ന ഈ പ്രദേശത്ത് കടന്നു വരുവാൻ, ഇവിടെ വസിക്കുന്നതായ അങ്ങയുടെ പ്രിയപ്പെട്ട ആളുകളെ കാണുവാനും അവർക്ക് കർത്താവെ അങ്ങയുടെ വചനം പറയുന്നത് പോലെ എളിയവർക്ക് കൃപ നൽകുവാൻ, സഹായം ചെയ്യുവാൻ അവിടുന്ന് ഞങ്ങളെ പ്രത്യേകിച്ച് ആലപ്പുഴ പത്തനംതിട്ട സഹോദര സഭയുടെ യുവജനങ്ങളെയും പാസ്റ്റർമാരെയും ഒരുമിച്ച് കൂട്ടി വരുത്തിയതോർത്ത് നന്ദിയോടെ അങ്ങ് വാഴ്ത്തുന്നു. ഞങ്ങൾക്ക് കർത്താവെ ഇവരുടെ ആവശ്യങ്ങൾ, അവരുടെ പ്രയാസങ്ങളിൽ തുടർന്നും പങ്കുചേരുവാനുള്ള താല്പര്യമുണ്ട്. അവിടുന്ന് അതിന് വേണ്ടതായ അവസരങ്ങൾ തന്നെ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ കർത്താവെ പിതാവേ ഞങ്ങളുടെ ആലപ്പുഴ പത്തനംതിട്ട സെക്ഷൻ്റെ പ്രസിഡന്റായ സേവനമനുഷ്ഠിക്കും പാസ്റ്റർ സജയൻ വൈസിനെ ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തു. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആഗോള വ്യാപകമായിട്ട് സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭ നടത്തി വരുന്നതായ യുവജനങ്ങളുടേതായ പ്രൊമോഷന് വേണ്ടി നടത്തി വരുന്നതായ ഒരു പ്രത്യേക ശുശ്രൂഷയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളിന്ന് ഇവിടെ ആയിരിക്കുന്നത്. നമുക്കറിയാം സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭ എന്ന് പറയുന്നത് നമ്മളിവിടെ മറ്റ് ഇതര സഭകൾ ഈ പ്രദേശങ്ങൾക്ക് ഉള്ളതുപോലെ തന്നെ ഒരു സഭയാണ് സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭ. ഞങ്ങളുടെ ആരാധന എന്ന് പറയുന്നത് ശനിയാഴ്ച ദിവസമുള്ള ആരാധനയാണ്. ഞങ്ങൾക്ക് വിമൻസ് മിനിസ്ട്രി, യൂത്ത് പ്രോഗ്രാം, അതുപോലെ വിവിധ സംഘടനകൾ സഭയ്ക്കകത്ത് തന്നെയുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുവജനങ്ങൾക്ക് കൂടുതൽ പ്രൊമോട്ട് ചെയ്യുന്നതായ ഒരു പ്രത്യേക ശുശ്രൂഷയാണ്. അതിൻ്റെ ഡയറക്ടറായിട്ടാണ് ബഹുമാനമുള്ള പാസ്റ്റർ മാത്യു എം ജോർജ് അതിൻ്റെ ഡയറക്ടറായിട്ട് സെക്ഷനിൽ പ്രവർത്തിക്കുന്നുള്ളൂ. ആ ഭാഗമായിട്ട് അദ്ദേഹത്തിൻ്റെ ശുശ്രൂഷ ഭാഗമായിട്ടാണ് ഈ പ്രദേശത്ത് ഇന്ന് ഈ വീണ്ടും കടന്നു വരാനായിട്ട് ഇടയായി തീർന്നത്. ഏകദേശം 20ഓളം ഫാമിലി 20ഓളം കുടുംബങ്ങൾ ഈ സ്ഥലത്തിൻ്റെ പേര് മൂഴി എന്ന് പറയുന്നതായ സ്ഥലത്ത് വരുവാനും നിങ്ങളെയൊക്കെ കാണുവാനും ഞങ്ങളുടേതായ സന്തോഷങ്ങൾ നിങ്ങൾ കൂടി ഒന്ന് പങ്കുചേരുവാനായിട്ടാണ് ഈ അവസരം ഒരുക്കിയത്. ഇതിന് അവസരം ഒരുക്കി തന്ന മേഡത്തിന് പ്രത്യേകം ഞങ്ങൾ നന്ദി പറയുന്നു. നമുക്കറിയാം ഈ വേദോത്സവത്തിൽ നമ്മൾ മനസ്സിലാക്കുമ്പോൾ കർത്താവ് യേശു ക്രിസ്തു എല്ലാവരും കേട്ടിട്ടുള്ള ആണല്ലോ യേശു ക്രിസ്തു എന്ന് പറയുന്നത് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, വേദന അനുഭവിക്കുന്നവർ, നിരാശയിലായിരിക്കുന്നവർ, നിലാരംബലായിരിക്കുന്നവരുടെ അടുക്കിലേക്ക് ഇറങ്ങിച്ചെന്ന് അവരുടെ ആശ്വാസം, അവർക്ക് പെട്ടെന്ന് എന്തെങ്കിലും കൈത്താങ്ങുകൾ നടത്തുക എന്നുള്ള തിരുവനന്തപുരത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് യുവജനങ്ങൾ ഏകദേശം ഞങ്ങളുടെ സെക്ഷനിലുള്ള എല്ലാ സഭകളിലുള്ള പ്രതിനിധികളുമായിട്ട് ഒരുമിച്ച് വന്ന് ഈ മനോഹരമായൊരു സംരംഭം ഇവിടെ ഉണ്ടാകാനായിട്ട് ഇടയായി തീർത്തത്. ഇതിൽ പങ്കാളികളായി തീർന്ന എല്ലാ സഭാ പ്രവർത്തകരെയും ശുശ്രൂഷകരെയും ഇതിൻ്റെ നടത്തിപ്പിലായിരിക്കുന്ന പാസ്റ്റർ മാത്യു എം ജോർജിനെയൊക്കെ പ്രത്യേകം നന്ദി പറയുന്നു. ഇതിന് പങ്കാളികളായി തീരുവാൻ കടന്നു വന്നിരിക്കുന്ന നിങ്ങളെയും നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ആശംസ അറിയിക്കുവാനായിട്ട് ബഹുമാനപ്പെട്ട മേഡത്തിന് പാസ്റ്റർമാരെ, ബഹുമാന്യരായ സഹോദരരെ, യുവജനങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടവർ, ബഹുമാന്യർ, നമ്മുടെ ഇന്ന് സുന്ദര യുവജനങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് ഇവിടെ കിറ്റ് വിതരണം ചെയ്യാം. ഇപ്പോൾ പാസ്റ്ററോടെ സൂചിപ്പിച്ചതുപോലെ ക്രിസ്തീയ വിഭാഗം ക്രൈസ്തവരെന്ന് പറയുമ്പോൾ നമ്മൾ പാവങ്ങളെ ചേർത്ത് പിടിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഉദാഹരണമാണ് ഈ സെവനിലെ ഇവളം നല്ല മനുഷ്യരെ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങൾ സംരംഭം ചെയ്യുന്നു. കാരണം എനിക്ക് 2 ആഴ്ചയ്ക്ക് മുമ്പേ ഈ മാത്യു എന്നെ വിളിച്ചിരുന്നു. അതുപോലെ ഇവിടെ എത്ര കുടുംബങ്ങളുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ കോർഡിനേറ്ററിനെ വിളിച്ചോണ്ട് 20 പേരുണ്ടെന്ന് പറഞ്ഞു. 19 പേര് കൂടി ഒരാൾ തേക്കോട്ട് ചെയ്തു. അപ്പൊ നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ടോടുകൂടി അവരുടെ നല്ലൊരു കാര്യമാണ് ഇവർ ചെയ്യുന്നത്. കാരണം എല്ലാ പ്രദേശത്തും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അത് ഇവരെ അല്ലാതെ നമ്മളെ അത് മാറ്റി ക്രൈസ്തവരെന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നും ചെയ്യത്തില്ല. പക്ഷെ ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ വർഷവും നിങ്ങൾക്ക് കിട്ടിയത്. അപ്പൊ ഈ വർഷവും നിങ്ങളെ അവർ കരുതലോടെ കണ്ടു കിറ്റുകൾ തന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ഇവിടെ വിതരണം ചെയ്യും. നല്ലൊരു കാര്യമാണ് ഈ പ്രസ്ഥാനം ചെയ്യുന്നത്. തുടർന്നുള്ള പ്രവർത്തനങ്ങളിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും പാസ്റ്റേഴ്സിനും എല്ലാവരും നല്ല രീതിയിൽ മുന്നോട്ട് നല്ലൊരു മനസ്സ് കൂടുതൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ ആശംസകളും അർപ്പിക്കുക. നമുക്ക് പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. ക്രിസ്തു യേശുവിൽ കൂടി ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ടതായ ഈ സമയത്തിനായിട്ടും ഈ പ്രയത്നത്തിനായിട്ടും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ദൈവത്തിൻ്റെ സഭയുടെ സൗന്ദര്യ അഡ്വന്റിസ്റ്റ് സഭയുടെ ആഗോള വ്യാപകമായി നടത്തുന്ന ഗ്ലോബൽ യൂത്ത് ഡേ പ്രോഗ്രാമിലും ഞങ്ങളും പങ്കാളികളാകുന്നു. കർത്താവെ, ദൈവനാമ മഹത്വത്തിനായിട്ട് ജീവിപ്പാൻ തക്കവണ്ണം ഒരുക്കമുള്ളവരായി തീരുവാൻ തക്കവണ്ണം
കർത്താവ് അവരെ സഹായിക്കണമെന്ന് ക്രിസ്തു യേശുവിൽ കൂടി അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണമേ. ആമേൻ. ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുള്ളത്, ഇപ്പോൾ യേശുവിനെ മുന്നിൽ നിർത്തിയാണ് നമുക്ക് ഈ കിറ്റുകൾ തരുന്നത്. കാരണം നമ്മൾ പല കിറ്റുകളും വാങ്ങിക്കുന്നുണ്ട്, ഇതൊന്നുമില്ല, ചുമ്മാ ഒരു കടനാട്ട് നടത്തി കിറ്റുകൾ വാങ്ങിക്കണം. അപ്പോൾ ഇവർക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണം.